ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാർ വേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഇനിയും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റീഡിങ്. അതിനായിട്ട് നിങ്ങൾക്ക് 2 പൈലാണ് ചൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഓർക്കും, ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത വിട്ട് കളഞ്ഞേക്കുക. ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിരിക്കും. ഓക്കെ, പൈൽ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് കിങ് ഓഫ് കപ്സ്, 5 ഓഫ് കപ്സ്, ഹെറോഫൻറ്റ്, 8 ഓഫ് സോർഡ്സ്, 2 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് വാൻസ്. ബോട്ടം കിട്ടിയിരിക്കുന്നത് ടവർ കാർഡാണ്. ഇവിടെ ആദ്യം തന്നെ ഒരു ബ്രേക്കപ്പ് നടന്നതിൻ്റെ എല്ലാ ലക്ഷണവും കാണുന്നു. ഒരുപക്ഷെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം, ഫാമിലി എഗനിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് നല്ല രീതിയിൽ പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയിട്ട് പോയതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക കേട്ടോ. ഇവിടെ കുറച്ചധികം നാളുകളായിട്ടുള്ള ഒരു സെപ്പറേഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഒരു സഡൻ ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായത്. അതുപോലെ ഇവിടെ നമുക്ക് കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വരെ വെയിറ്റ് ചെയ്യുന്നവർ എനർജി കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെ ആണെങ്കിലും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, ആ ഒരു പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് ഇമോഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് നമുക്ക് ഫസ്റ്റിൽ തന്നെ കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. അവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട്, അതുപോലെ അറ്റാച്ച്മെൻറ്റും ഉണ്ട്. എന്നാൽ അത് അവർ പുറത്ത് കാണിക്കാനായിട്ട് ഇപ്പോൾ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും തക്കതായിട്ടുള്ള റീസൺ കാണുമായിരിക്കാം. അതുപോലെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ട് കാണുമോ എന്നുള്ള ഭയം ഇടയ്ക്കിടയ്ക്ക് അവർ അലട്ടുന്നതായിട്ട് കാണിക്കുന്നു. ഇനി തിരികെ വന്നാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ അതോ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ അവർക്കുണ്ട്. അതുപോലെ നിങ്ങളുമായി ഒരു സെപ്പറേഷൻ വന്നതിന് അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവർ തന്നെ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷന് കാരണം. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇപ്പോൾ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാസ്റ്റിന് അതുപോലെ റിലീജിയനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി 80% ഓഫ് ആൾക്കാർക്കും ഇവിടെ വെയിറ്റ് ചെയ്യാം, അവർ വരും എന്നാണ് കാണിക്കുന്നത്. എസ്പെഷ്യലി ചാൻസ് കൂടുതൽ സെയിം കാസ്റ്റ് റിലീജിയൻ ഒക്കെ ഉള്ളവർക്കാണ്. അതുപോലെ ഇപ്പോൾ അവർ ആരുടെയൊക്കെ കൺട്രോളിലാണെന്ന് കാണിക്കുന്നു. ഒരുപക്ഷെ ഫാമിലി ആകാം, അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് എഗനിസ്റ്റ് ആയിരിക്കാം. സോ അവിടുത്തെ ബന്ധനം പൊട്ടിച്ച് ഒരു 2 ഓഫ് കപ്സുമായിട്ട് 2 ഓഫ് കപ്പ് എനർജിയായിട്ട് നിങ്ങളെ അതിലേക്ക് വരാനാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫർ തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് വീണ്ടും ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലൂടെ മുന്നോട്ട് പോകണമെന്നും നിങ്ങൾക്ക് പ്രയോറിറ്റി തരണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് ഇനിയും ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻ്റ് പൊസിഷനിൽ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. സോ അതിനൊരു ഗ്രോത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സോ ഇവിടെ നമുക്ക് പേഴ്സൺ പെട്ടെന്ന് വരണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് സാധിക്കും. സോ അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ അതോ മൂവ് ഓൺ ചെയ്യണോ എന്നാണ് നമ്മൾ നോക്കിയത്. അതിനുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് വെർത്താണെന്നും കാണിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുക്കാവേ. ആദ്യം തന്നെ എറണാകുളം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്, കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്, ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട്, അതുപോലെ നമ്പർ 10. ഓക്കെ, 10-ാം തീയതിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ റിങ്ങിന് പ്രാധാന്യം ഉള്ളതായിട്ട് കാണിക്കുന്നു. 20 എന്ന് പറയുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കൊരു ഏജ് ആയിരിക്കാം. ഓക്കെ, അക്വേറിയസിൽ നിന്ന് സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്, ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട്, സ്കോർപ്പിയോ സൈൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തിരുവാതിര നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്കെ, സെക്കൻഡ് പൈലിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡെത്ത് കാർഡ്, 5 ഓഫ് കപ്സ്, 7 ഓഫ് പെൻറ്റക്കിൾ, പേജ് ഓഫ് സോർഡ്സ്, മൂൺ കാർഡ് ആൻഡ് ഫൈനൽ 5 ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 4 ഓഫ് വാൻസ് ആണ്. ഇവിടെ 2 സിറ്റുവേഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പേഴ്സൻ്റെ മാരേജ് ഓൾറെഡി കഴിഞ്ഞിരിക്കാം. സോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചിലരുടെയൊക്കെ എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാരേജിലേക്ക് എത്തും, അതുപോലെ അതിനൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഇവിടെ ഒരു മാനിപ്പുലേറ്റീവ് പേഴ്സൻ്റെ എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കിട്ടുന്നത്. ആൾക്ക് ഫുൾ എൻജോയ് ചെയ്ത് നടക്കണം, അതിനു വേണ്ടിയിട്ട് ആരെയും വിഷമിപ്പിക്കാൻ മടിയില്ലാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ജീവിക്കുന്ന ഒരാളായും വളരെയധികം സെൽഫിഷായും കാണിക്കുന്നു. ആരെയും പെട്ടെന്ന് വശീകരിക്കാനും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരെയും യൂസ് ചെയ്യാനും മടിയില്ലാത്ത ഒരു ടൈപ്പ് എനർജിയാണിത്. ഒരുപക്ഷെ വീഡിയോ കാണാൻ നിങ്ങൾ ഇമോഷണൽ പേഴ്സൺ ആയിരിക്കാം. ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കാണുക, അല്ലാതെ നിങ്ങൾക്ക് ഫസ്റ്റ് പൈലിൽ കാണാവുന്നതാണ്. ഒരു കാര്യം ഓർക്കും, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പൈസയ്ക്ക് പ്രാധാന്യം ഉള്ളതായിട്ട് കാണിക്കുന്നു.
നിങ്ങൾ അവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. ആദ്യമൊക്കെ ആൾ നല്ല രീതിയിലായിരുന്നാണ് നിങ്ങളോട് പെരുമാറുന്നത്. എന്നാൽ പിന്നീട് ആളുടെ റിയൽ ക്യാരക്ടർ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു എന്നാണ് കിട്ടുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചിരിക്കാം, അവർക്കത് പറ്റില്ല എന്നും പറഞ്ഞിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് മുൻകാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണെ മനസ്സിലുള്ളതല്ല വിലയിൽ കാണിക്കുന്നതെന്നാണ് കിട്ടുന്നത്. ഒരുപാട് സീക്രട്സ് ആൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ആരുടെയും മുന്നിൽ താഴ്ന്നു കൊടുക്കാത്ത വളരെ പ്രാക്ടിക്കൽ മൈൻഡുള്ള പേഴ്സണായിട്ട് കാണിക്കുന്നു. ഇവിടെ ഹാർട്ട് പറയുന്നതിനേക്കാളും നിങ്ങളുടെ പേഴ്സൺ ബ്രെയിൻ പറയുന്നതാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്ന് ചോദിച്ചാൽ മൂവ് ഓൺ എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. ബിക്കോസ് ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചുവരവ് ഇവിടെ കാണിക്കുന്നില്ല. അതുപോലെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അട്രാക്ഷനോ അല്ലെങ്കിൽ കെമിസ്ട്രി ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടർ എങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ മാരേജ് കഴിഞ്ഞതാണെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുക, വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ മാറ്റാനായിട്ട് യൂണിവേഴ്സായി തന്നെ റൈറ്റ് ടൈമിൽ റൈറ്റ് പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കുന്നതാണ്. ഇവിടെ ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമല്ലോ. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പോയിൻ്റ് റീഡിങ്. താങ്ക് യു.